He's fumbled. Lyon has fumbled. Wow, what have we just witnessed there? A gutsy shot, a reverse sweep from Ben Stokes. Right on the stump is all that was. Huge mix-up between the batsmen. Leach is halfway down. Lyon. ഹലോ, എത്ര തവണ അമ്മ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്കൊരു കുഴപ്പമില്ല അമ്മേ. ചോറ് കഴിച്ചു. ഓ, തിന്നുകൊണ്ടിരിക്കുക. പൊരിച്ചമീൻ എടുത്തില്ലേ? ഓ, മീൻ എടുത്തിട്ടുണ്ട്. പാത്രം കഴുകി വെക്കണം, അലങ്കോലാക്കി ഇടരുത്. ആ അമ്മേ, നാളെ രാവിലെ 9 മണിക്കാണ് ഏച്ചിന്റെ ഡെലിവറി. ഒന്നും ഇല്ലാണ്ട് ശരിക്കും നടന്നു കിട്ടിയാൽ മതി. അതൊന്നും അമ്മ പേടിക്കണ്ട, അതൊക്കെ നല്ലതുപോലെ നടക്കും. ഇതൊക്കെ ശരിയാണ്, അമ്മ ഫോൺ വിളിച്ചോളി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഓക്കെ അമ്മേ, ഞാൻ വിളിക്കാം എന്നാൽ. Not a man you want to drop. Fourth stump again. That area in England has been vulnerable. Everything was perfect apart from. ഇതാണ് അവസാനമായി സംഭവിച്ചത്. എനിക്ക് എന്ത് ചെയ്യണമെന്നൊരു പിടുത്തമില്ല ഡോക്ടറെ. വല്ലാത്തൊരു പറയാൻ പറ്റാത്ത മാനസികാവസ്ഥയിലാണ് ഞാനിപ്പോൾ. ഇതിപ്പോൾ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഏകദേശം ഒരു 6 മാസത്തോളായിട്ടുണ്ടാവും ഡോക്ടറെ. വീട്ടിൽ രാത്രി തനിച്ചാകുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ചില സമയങ്ങളിൽ ഞാൻ മരിച്ചു പോവാന്ന് വരെ തോന്നിപ്പോകും. തുടക്കത്തിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. 6 മാസമായിട്ട് എന്തുകൊണ്ടാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വൈകി? സത്യം പറഞ്ഞാൽ പേടിച്ചിട്ടാ. ഞാനിങ്ങനെ ഒരു കാര്യത്തിന് ഡോക്ടറെ കാണിക്കുന്നു ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ എൻ്റെ അവസ്ഥ. നോക്കു, നീ കാണിച്ചത് മണ്ടത്തര. നീ ഇഷ്യൂ നേരത്തെ കാണിച്ചിരുന്നെങ്കിൽ ഇത്ര പ്രശ്നത്തിലേക്ക് പോയില്ലായിരുന്നു. ഏതൊരു രോഗത്തെ പോലെ തന്നെ ഈ രോഗം വെച്ചിരിക്കും തോറും എന്താ പറയുക, അതിന് തീവ്രത കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ മറ്റുള്ളവർ അവരുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഇത് നിന്റെ കുഴപ്പം കൊണ്ട് വരുന്നതല്ല, നിന്റെ ശരീരത്തിലെ ഹോർമോൺസിൻ്റെയും കെമിക്കൽസിൻ്റെയും ബാലൻസിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. അതൊക്കെ ശരിയാണ് ഡോക്ടർ. പക്ഷെ ഒരു വ്യക്തിക്ക് ചെറിയ മാനസിക പ്രശ്നങ്ങളാണെങ്കിലും വലിയ മാനസിക പ്രശ്നങ്ങളാണെങ്കിലും മറ്റുള്ളവരുടെ കണ്ണിൽ അതൊക്കെ ഒരു ഭ്രാന്താണ്. പിന്നെ ആ വ്യക്തിയെ കളിയാക്കലായി. ചെറിയ പ്രശ്നം ഉള്ളവൻ പോലും വലിയ പ്രശ്നത്തിലേക്ക് പോകും. ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാം ഡോക്ടർ, ട്രീറ്റ്മെൻറ്റ് എടുക്കാം. നാളെ തന്നെ വന്ന് അഡ്മിറ്റ് ആവുക. എല്ലാം നമുക്ക് ശരിയാക്കി എടുക്കാം. ടെൻഷൻ അടിക്കേണ്ടത്. പിന്നെ പരിഹസിക്കുന്നവർ അവിടുന്ന് പരിഹസിച്ചോട്ടെ. ലോക വിവരമില്ലാത്തവർ അങ്ങനെയൊക്കെ ചെയ്യാം. അതും ഒരു തരം മാനസിക രോഗം തന്നെയാണ്. എന്നാൽ ശരി ഡോക്ടർ. ഒരു കണക്കിന് അവൻ പറഞ്ഞത് ശരിയാണ്. മാനസിക പ്രശ്നം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും സമൂഹം അവനെ ഭ്രാന്തൻ എന്ന് വിളിക്കും.